എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു വിധപ്പെട്ട നമുക്ക് എല്ലാവർക്കും പച്ചമാങ്ങ ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവററ്റ് ആണ്. ചോറിൻ്റെ കൂടെ ഒരു പച്ചമാങ്ങ ചമ്മന്തി കുറച്ചും ഇച്ചിരി മോര് കാച്ചിയതും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പൊ നമുക്കിന്ന് ഉണ്ടാക്കിയെടുത്താലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ഒരു ഫുൾ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞത്. അത് പുളിക്ക് ആവശ്യമായി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ ഇത്ര എടുക്കണ്ട. ഒരു 8 തൊട്ട് 10 എണ്ണം വരെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഇല്ലെങ്കിൽ ഒരു 5 or 6 കാന്താരിയാണല്ലോ എടുക്കാവുന്നതാണേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത്. ഇത്രയാണ് അപ്പൊ നമുക്ക് പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? ആദ്യം പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇടാവേ. പച്ചമുളകോ അല്ല കാന്താരി ഇടാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. ഇതൊന്ന് ക്രഷ് എടുത്തിട്ട് വരാം. പേസ്റ്റ് പോലെ അരയ്ക്കണ്ട. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. തേങ്ങ അങ്ങ് പേസ്റ്റ് പോലെ അരയല്ല, ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ടേ. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. അങ്ങ് പേസ്റ്റ് പോലെ ആവരുതേ. കല്ലിലിട്ട് അരയ്ക്കേണ്ടത് കല്ലിലൊക്കെ ഇട്ട് അരയ്ക്കാം കേട്ടോ. ചമ്മന്തി ഇതുപോലെ ഉരുട്ടി റെഡിയാക്കാം കേട്ടോ. നിങ്ങൾക്ക് ചുമന്ന കളറിലെ ചമ്മന്തി ഇഷ്ടമെങ്കിൽ ഈ പച്ചമുളകിന് പകരം വറ്റൽമുളക് ഒന്ന് ഇട്ടാൽ മതിയേ. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. മടിയുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം, അല്ലാത്തവർക്ക് കല്ലിലിട്ട് അരയ്ക്കാം. നല്ല സ്വാദാണ്. ചോറിന്റെ കൂടെ ഇത് മാത്രം മതിയാവും. അപ്പം ഈ ഒരു തരത്തില് പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവര് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.